ഇപ്പോൾ നമ്മൾ യൂട്രസ് പൂർണ്ണമായി നീക്കം ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് പലപ്പോഴും അത് സ്ത്രീത്വം തന്നെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മാനസികപരമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം? ഒരു പരിധിവരെ സ്ത്രീത്വം നഷ്ടപ്പെട്ടു എന്ന് തോന്നാത്തത് കൊണ്ടാണല്ലോ ആൾക്കാർ കൂടുതലായും നീക്കം ചെയ്യുന്നത്. പലപ്പോഴും സ്ത്രീത്വം നഷ്ടപ്പെടുന്നത് യൂട്രസിൻ്റെ കൂടെ അണ്ഡാശയങ്ങളും കൂടി നീക്കം ചെയ്യുമ്പോഴാണ്. ഓക്കെ, യൂട്രസിൻ്റെ കൂടെ അണ്ഡാശയങ്ങൾ, 2 വശത്തുള്ള അണ്ഡാശയങ്ങളും കൂടി നീക്കം ചെയ്യുമ്പോഴാണ് സ്ത്രീത്വത്തിനെ അത് ബാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓർഗൻ നഷ്ടപ്പെടുന്നു, അതിൻ്റെ ഫങ്ഷൻസിന് വലിയ വ്യത്യാസമില്ല, യൂട്രസ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു 40 വയസ്സോ 35 വയസ്സോ അല്ലെങ്കിൽ 35 വയസ്സിനോ 50 വയസ്സിനോ ഇടയിലുള്ള ആയിട്ടുള്ള സ്ത്രീകളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അണ്ഡാശയങ്ങൾ അവിടെ നിലനിർത്തും. ഓക്കെ, അണ്ഡാശയങ്ങൾ നിലനിർത്ത വഴി സ്ത്രീകൾക്കുണ്ടാകുന്ന സ്വാഭാവിക ഹോർമോണുകളിൽ ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. അവർക്ക് സാധാരണ പോലെ തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ യൂട്രസ് പോയത് കാരണം പീരീഡ്സ്, അതായത് മാസമുറ ഇല്ലാതാവുന്നു. അതും ഒരു പരിധിവരെ സ്ത്രീത്വത്തിൻ്റെ ഒരു അടയാളമായിട്ട് സ്ത്രീകൾ കാണുന്നുണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും സ്ത്രീകളിലുണ്ടാകുന്ന ബയോളജി അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന ബയോകെമിക്കൽ വേരിയേഷൻസ് ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. അതായത് സാധാരണഗതിയിൽ ആർത്തവ വിരാമത്തോടുകൂടി സ്ത്രീകളിൽ കാൽഷ്യം കുറയുന്നു, ഹോർമോൺസ് കുറയുന്നു, മറ്റ് ചേഞ്ചസ് ഉണ്ടാകുന്നു, ചൂട് ഫീൽ ചെയ്യുന്നു, ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും. ഇത്തരം കാര്യങ്ങളൊന്നും ഓവറി പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ, ഓവറി അവിടെ നിലനിർത്തുകയാണെങ്കിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീത്വം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്.